റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒപ്പം ചേരുകയാണ്. സാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ SFIOക്ക് നൽകിയ മൊഴിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് മനോരമ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ IT കൺസൾട്ടൻസി സേവനത്തിന് എന്താണ് അനുഭവ പരിചയം എന്ന ചോദ്യത്തിന് വീണയുടെ മറുപടി CMRL അല്ലാതെ മറ്റെവിടെയും ഇക്കാര്യത്തിൽ അനുഭവ പരിചയമില്ല എന്നാണ്. മറ്റൊരു ചോദ്യം, CMRLന് അയച്ച ഇമെയിലുകളിൽ സേവനം സംബന്ധിച്ച ആശയവിനിമയം ഒന്നുമില്ലല്ലോ എന്നാണ്. അതിന് വീണ നൽകിയിരിക്കുന്ന മറുപടി, നേരിട്ട് സംസാരിക്കുന്നതിലായിരുന്നു CMRL മാനേജ്മെന്റിന് താല്പര്യം, അതുകൊണ്ട് ഇമെയിലിൽ അത്തരം ആശയവിനിമയങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. പിന്നെ 2.78 കോടി രൂപ കൈപ്പറ്റിയിട്ട് എന്ത് സേവനമാണ് CMRLന് നൽകിയത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് വീണ നൽകിയിരിക്കുന്ന മറുപടി, IT കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാൻ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും സെർവറും HR സോഫ്റ്റ്വെയറും പരിപാലിക്കുന്നതിനുള്ള ഉപദേശമാണ് നൽകിയത്. CMRLന് വേണ്ടിയുള്ള ERP സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിന് വേണ്ടിയാണ് 2017 മുതൽ 2019 വരെയുള്ള സമയം എക്സാലോജി കമ്പനി ഉപയോഗിച്ചത് എന്നുമാണ്. മറ്റൊരു ചോദ്യമുള്ളത്, IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയുടെ ഇടപെടൽ മൂലം CMRLന്റെ IT സൗകര്യത്തിൽ എന്തെങ്കിലും പരിഷ്കാരം വരുത്തിയോ എന്നാണ്. ഇതിന് വീണ നൽകിയ മറുപടി ഇല്ല എന്നാണ്. അപ്പോൾ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അഥവാ ഈ CMRL വീണയ്ക്കും എക്സാലോജിക്കിനുമായി 2.78 കോടി രൂപ എന്തിന് നൽകി എന്നത് ഉത്തരം വേണ്ട പ്രധാന ചോദ്യമല്ലേ? കാരണം വെറുതെ ഒരാൾ മറ്റൊരാൾക്ക് പണം നൽകില്ലല്ലോ. ഒരു സേവനവും ചെയ്യാതെ ഒരു കമ്പനിയും മറ്റൊരു കമ്പനിക്കും പണം നൽകില്ലല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും ഇതേ ചോദ്യമാണുള്ളത്. വീണയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണോ? ഇത് രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, CMRLും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഒരു ഇടപാട്. അത് എവിടെ തുടങ്ങി, എപ്പം തുടങ്ങി? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഈ CMRL അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിൽ ഇടപാടുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ED വന്നതോടുകൂടി EDയുടെ ഭാഗത്തു നിന്നും ആ കേസ് NIAയിലേക്ക് പോകുമെങ്കിൽ ED ഈ ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് എവിടുന്നെങ്കിലും ഏതെങ്കിലും സംഖ്യ വെളിയിലേക്ക് പോവുകയോ ഫോറിനിലേക്ക് പോവുകയോ തിരിച്ചു വരികയോ ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള ആരോപണം അത് ഏകദേശം ശരിവെക്കുന്നതാണ് മിനറൽസിൻ്റെ അയാളുടെ കർത്തായുടെ മകൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കിട്ടിയ ചില ഡോക്യുമെൻറ്റുകൾ. അപ്പോൾ രണ്ടായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത് അതാണ്. വിദേശ കറൻസിയിലെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഈ 2,78,00,000 ട്രാൻസാക്ഷൻ ആയിട്ട് എവിടെയെങ്കിലും വിദേശത്തേക്ക് പണം പോവുകയോ വരികയോ ചെയ്തിട്ട് അങ്ങനെ ഇടപാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് NIAയുടെ പരിധി വരും. NIAയുടെ പരിധിയിലോട്ട് വന്നാൽ അത് ഡൽഹിയിലാണ് ആസ്ഥാനം, അവിടെ പ്രത്യേക DGP ഉണ്ട്, അവിടെ കേസെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പുള്ള ഇടപാടുകൾ ഈ കൊച്ചിൻ മിനറൽസും CMRLുമായിട്ടുള്ള ഇടപാടുകളിൽ അതിനകത്ത് ആ ഇടപാട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ ലോണ് കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത ലോണാണ്, അവരുടെ എക്സാലോജിക്കിന് കൊടുത്ത ലോണാണ്. ആ ലോണ് തിരിച്ചടയ്ക്കാതെ വന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പം വീണ്ടും ഒരു 25 ലക്ഷം രൂപ വീണ്ടും ഇവർക്ക് ലോണ് കൊടുക്കുകയാണ്. അപ്പോൾ 50 ലക്ഷം രൂപ ലോണ് വന്നു. അതാണ് തുടക്കം. അത് മുഖ്യമന്ത്രിയുടെ മകൾക്കും വരാം, എനിക്ക് വരാം, എൻ്റെ മക്കൾക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. നമ്മൾ ലോൺ എടുക്കും, അതിനകത്ത് കുഴഞ്ഞു കഴിയുമ്പോൾ അവരെ വിശ്വസിച്ച് ചില പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു 25 ലക്ഷം രൂപ തരാൻ പറയും. അങ്ങനെ 50 ലക്ഷം രൂപ അവർ ലോൺ എടുത്തിട്ടുണ്ട്. 2016 മുമ്പ് അവരുടെ പിതാവ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ആ പണം പലിശ ചേർത്ത് തിരിച്ചടച്ചിട്ടുണ്ട്. അത് എക്സാലോജിക്കുമായിട്ട് ഒരു എഗ്രിമെൻ്റ് CMRL ഉണ്ടാക്കി. ഇവർക്ക് ചില സാങ്കേതിക വിദ്യകൾ അറിയാം, ഉണ്ടോ ഇല്ലയോ നമുക്ക് വേറെ കാര്യം. സാങ്കേതിക വിദ്യകൾ ഇവരുടെ
ആ സിസ്റ്റത്തിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞൊരു എഗ്രിമെൻ്റ് അനുസരിച്ച് അവർക്ക് ടെക്നോളജിക്കൽ അഡ്വൈസ് കൊടുക്കാൻ കഴിവില്ലെങ്കിലും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള തട്ടിപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാൻസാക്ഷനുകളോ എഗ്രിമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒരു IT കമ്പനി ഉണ്ടാക്കിയപ്പോൾ ആ കമ്പനിയുമായിട്ട് ഈ CMRL ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് വാലിഡാണ്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ ഒക്കില്ല. അവർക്ക് വേണ്ടി 25 ലക്ഷം രൂപ കൊടുത്തു, പിന്നീട് ഒരു 25 കൊടുത്തു, 50 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷം ഈ കമ്പനിയുടെ ടെക്നോളജി ഇവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് അനുസരിച്ച് പ്രതിമാസം 5 ലക്ഷവും 3 ലക്ഷവും കൊടുക്കാം. ആ കമ്പനിക്ക് 3 ലക്ഷം, ഇവരുടെ സർവീസിന് 5 ലക്ഷവും കൊടുക്കാം. സർവീസ് കൊടുത്തോ പിടിച്ചോ ഇല്ലതോ അവർ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ പേപ്പർ മുഖേനയോ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ട് കൊടുത്തിട്ടില്ല, ഓറലായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തതിന് അല്ല സോഫ്റ്റ്വെയറിൻ്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് ടെക്നോളജി അങ്ങനത്തെയൊക്കെയാണ് ഇവർ കൊടുത്തതെന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിനൊരു റെമ്യൂണറേഷൻ വേണം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതാണ് 5 ലക്ഷം രൂപ അവർക്കും 3 ലക്ഷം രൂപ കമ്പനിക്ക്, അവരുടെ കമ്പനിക്കും. അങ്ങനെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അതിൽ ഏകദേശം ഇവരൊരു 12 ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇവർക്ക് നൽകിയ 50 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമ്പനി ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യം. ഇവരുടെ സ്ഥാപനം ഒരു കമ്പനി ആക്ട് രജിസ്റ്റർ ചെയ്തതാണ്. CMRL കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്തതാണ്. 2 കമ്പനികൾ തമ്മിൽ അങ്ങനെ ഇടപാടുകൾ നടത്തുന്നത് ചിലപ്പോൾ ലാഭമാകാം നഷ്ടമാകാം ഒക്കെ ഉണ്ടാവാം. കമ്പനി നല്ല സാമ്പത്തികമുള്ള കമ്പനിയാണ്, ഇവർക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാം, കൂടുതൽ പണം കൊടുക്കുകയും ചെയ്യാം. അതിനകത്ത് കുറ്റം പറയാനൊക്കില്ല. അപ്പോൾ അതനുസരിച്ചാണ് SFIO ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കമ്പനി ആക്ടിനകത്ത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർ അതിന് പെനാൽറ്റി അടിക്കാം. ആ എമൗണ്ട് കൂടുന്നതനുസരിച്ച് പെനാൽറ്റി സംഖ്യ 10 ഇരട്ടി വർദ്ധിക്കും. തടവ് ശിക്ഷ 5 വർഷം വരെ കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ SFIയുടെ കമ്പനി ആക്ടിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സാണ്, ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അവർ അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പം SFIയുടെ ആ നടപടി അത് ക്വാഷ് ചെയ്ത് കളയണം. ഇത് 2 കമ്പനികൾ തമ്മിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നത്. ആ കേസ് വലിയ നീണ്ട് കഴിഞ്ഞ ദിവസം ആ കേസ് ഹൈക്കോടതി എന്ത് ചെയ്തു, ആ EDക്ക് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞ് അത് ആ ഹൈക്കോടതിയിൽ ഇരുന്നത് അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അവിടെ CMRL കൊടുത്തത് ഈ SFIയുടെ ഇതുവരെയുള്ള നടപടികൾ ക്വാഷ് ചെയ്ത് കളയാണ്, അതിനാണ് കൊടുത്തത്. പക്ഷേ SFIയുടെ അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും CMRL ഹൈക്കോടതിയിൽ അടുത്ത കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് EDക്കെതിരാണ്. അതിനകത്ത് മെയിൻ വാദഗതി EDക്ക് എതിരായി കൊടുത്തതിനകത്ത് ED അതിനൊരു FIR ഇട്ടിട്ടില്ല. FIR ഇടാനുള്ള അധികാരം EDക്കുണ്ട്. ഇതുവരെ ED അധികാരം ഇട്ടില്ല. അതിൻ്റെ കാരണം SFIയുടെ അന്വേഷണ വിവരങ്ങൾ അവർ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ED വന്ന ശേഷം ED ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിലെ ആ SFIയുടെ കേസ് പെൻഡിങ്ങായി അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ED രംഗത്ത് വരുന്നത്. കഴിഞ്ഞ 2-3 ദിവസം അവധി ദിവസമായിരുന്നു. പിന്നെ അതിന് ഫർദറായിട്ടൊരു കേസ് കൊടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഇവിടെ 27-ാം തീയതി മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്ത് അവിടെ ഒരു റെയ്ഡ് നടന്ന അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി അവർ ചോദ്യം ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ ഒപ്പം ആ വീട്ടിൽ മകളുണ്ട്. മകളോട് ചോദ്യം ചെയ്യിച്ച് അവർ അറിയാവുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം EDയുടെ കേസിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം വീണ്ടും CMRL അടുത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അത് ക്വാഷ് ചെയ്യാനായിട്ടല്ല, അത് ആ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യാനാണ്. അങ്ങനെയാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ലീഗലായിട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന SFIO അവരുടെ അന്വേഷണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. പക്ഷേ EDക്ക് അന്വേഷണം മുന്നോട്ട് അതിനൊരു FIR വേണമെന്നുള്ള വാദഗതിയാണ് കോടതിയിൽ അവർ ഉന്നയിച്ചത്. അതുകൊണ്ട് സ്റ്റേ ചെയ്യണം. FIR ഇല്ലാതെ അത് അന്വേഷണം മുന്നോട്ട്, ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവുകയാണ്.
അതേസമയത്ത് ആ റെയ്ഡിനോടനുബന്ധിച്ച് കർത്തയുടെ വീട്ടിലും കർത്തയുടെ മകൻ്റെ വീട്ടിലും മുഖ്യമന്ത്രി താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രി താമസിച്ച അതേ ഇപ്പം വാടകയ്ക്ക് താമസിച്ച വീട്ടിലും അവിടെ മകളുണ്ട്, അവിടെയും റെയ്ഡ് ചെയ്തു. മകളുടെ ഹസ്ബൻഡിൻ്റെ കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും റെയ്ഡ് ചെയ്തു. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബ വീടായ ധർമ്മടത്തെ അവിടെയും റെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ കർത്തായുടെ ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന 3 സ്ഥലത്ത് കോട്ടയത്ത് 3 വീടുകളിൽ റെയ്ഡ് ചെയ്തു. 12 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്തു. പക്ഷേ ഇപ്പം ആ റെയ്ഡ് കഴിഞ്ഞ ഉടനെ തിങ്കളാഴ്ച റെയ്ഡ് കഴിഞ്ഞ ഉടൻ തന്നെ 27-ാം തീയതിയാണ് റെയ്ഡ്. അടുത്ത ദിവസം ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലീ ഇതാണ്. കാരണം ഇതിൻ്റെ EDയുടെ നടപടികൾ സ്റ്റേ ചെയ്യണം. ക്വാഷ് ചെയ്യണമെന്നല്ല, സ്റ്റേ ചെയ്യണമെന്ന്. കാരണം അവിടെ ഒരു FIR ഇല്ല. അതാണ് മെയിൻ വാദഗതി. EDക്ക് FIR വേണം. പക്ഷേ ED ആ കേസിലേക്ക് വരാൻ കാരണം ഒരു പിന്തുടർച്ചയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് SFIയുടെ അവിടെ നിന്ന് വന്നു, കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ വന്നു. അന്നേരം കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ വന്നപ്പം അതിനെതിരായി ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിലുണ്ട്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. കേരള ഹൈക്കോടതിയിൽ അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട്. അതുകൊണ്ട് അതുകൂടെ കണക്കാക്കി വെച്ചിട്ടാണ് കേരള ഹൈക്കോടതി പറയുന്നത് ഇതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യണം. CMRൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിനുമായി 1.72 കോടി രൂപ ലഭിച്ചുവെന്നാണ് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയത്. ഇത് തീരുമാനങ്ങളെടുക്കുന്ന പ്രധാന വ്യക്തിയുടെ മകൾ എന്ന നിലയ്ക്ക് വീണയ്ക്ക് ലഭിച്ച പണമാണ് എന്നായിരുന്നു ആദായനികുതി വകുപ്പിന്റെ വിലയിരുത്തൽ. ഇത് ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ശരിവെച്ചതുമാണ്. എന്നാൽ SFIO നടത്തിയ പരിശോധനയിൽ 2.78 കോടിയുടെ ഇടപാടിന്റെ വിശദാംശങ്ങളാണ് ലഭിച്ചത് എന്നും എന്തെങ്കിലും സേവനം നൽകിയതിന്റെ തെളിവ് നൽകാൻ വീണയ്ക്ക് സാധിച്ചില്ല എന്നും ED വൃത്തങ്ങൾ പറയുന്നുണ്ട്. തുകയുടെ കണക്ക് വീണയും ശരിവെച്ചിട്ടുണ്ട്. 2.78 കോടിയിൽ 2.7 കോടി വീണയ്ക്കും 71 ലക്ഷം എക്സാലോജിക്കിനും ലഭിച്ചുവെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമായത്. ഇതിൽ അത്ഭുതം എന്തെന്നാൽ വീണയും എക്സാലോജിക്കുമായുള്ള കരാറുകൾ CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞിട്ടില്ല എന്നതാണ്. ആകെ ദുരൂഹത മണക്കുന്നില്ലേ? ഈ ഇടപാട് തീർച്ച് ഷേഡിയായിട്ടുള്ള പല ഇടപാടുകൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. എങ്കിൽ തന്നെയും ഞാൻ അതുകൊണ്ട് തുടക്കം മുതൽ രണ്ടായിട്ട് കാണണമെന്ന് ഈ പറയുന്നതിന് കാരണം, ഇവിടെ കർത്തായുടെ മകൻ്റെ വീട് റെയ്ഡ് നടത്തിയപ്പം അവിടുന്ന് വിദേശ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2.78 കോടിക്കകത്ത് ചില ട്രാൻസാക്ഷൻ നടന്നതായിട്ട് EDക്ക് ബോധ്യം വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വീണ കുറ്റക്കാരിയാവും. കാരണം അവർക്ക് കൊടുത്ത പൈസയിൽ നിന്നാണ് എമൗണ്ട് വെളിയിൽ പോയെങ്കിൽ അവർ കുരുങ്ങും. അത് ED കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ് ഇൻകം ടാക്സിൻ്റെ പ്രശ്നം അത് നേരത്തെ പരിഹരിച്ചു. 1.72 കോടി രൂപ അവർ കൈപ്പറ്റിയപ്പോൾ അതിൻ്റെ ഇൻകം ടാക്സ് പെനാൽറ്റി സഹിതം അടച്ചെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം 2.78 ആയാലും ശരി, അത് വീണ്ടും സെറ്റിൽ ചെയ്യാം ഇൻകം ടാക്സിൽ. അതിൻ്റെ പെനാൽറ്റിയും അതിൻ്റെ മുതലും അതിൻ്റെ പലിശയും എല്ലാം കൂടെ ചേർത്ത് അടച്ചാൽ അത് ഈ ഒരു അവസരത്തിലും സെറ്റിൽ ചെയ്യാൻ പറ്റും. കേസിൻ്റെ വഴിക്ക് പോകും. അതേസമയത്ത് EDയുടെ നടപടി അടുത്ത ഏജൻസി ഏറ്റെടുക്കില്ലെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം NIA വരാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് ഫണ്ട് പോയിരിക്കുന്നു, തിരിച്ചു വന്നിരിക്കുന്നതായിട്ട് റെക്കോർഡുകളിൽ ലഭിച്ചു. അതിനുള്ള സെർച്ചിൽ കർത്തായുടെ മകൻ്റെ വീട്ടിലെ സെർച്ചിൽ അത് ലഭിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ വീണയ്ക്ക് കുരുക്ക് മുറുകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.